ചെയ്തു പുള്ളിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറ്റിയും അങ്ങ് പരസ്പരം പുകഴ്ത്തിയിട്ട് ഞങ്ങൾ നമുക്കൊന്ന് കറങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല അതുകൊണ്ടാണ് എന്നെയും ഷാജോൺ ചേട്ടനെയും അവിടെ കൃത്യമായിട്ട് ഇന്നുവരെ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് തോന്നും. അതെ, എമ്പുരാനിൽ ആ ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷൻ ക്യാരക്ടറാണ്. അങ്ങനെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് എൻ്റെ എൻട്രി 3 ഡോട്ട്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാത്രം, മസാല പറ്റാനുള്ള പാത്രം, സ്റ്റൗവ്. അപ്പം മമ്മിയൊക്കെ ചോദിക്കും, മോനെ നീ അഭിനയിക്കാൻ തന്നെയാണോ പോണേ? ഹായ്, ഹലോ, നമസ്കാരം. സെല്ലുലോയിഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം മലയാളത്തിൻ്റെ ഒരു എമണ്ടൻ മൂവി എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ്റെ ഭാഗമായ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ബിഗിൻ. ജയ്സ് ചേട്ടാ, ഏതാണ്ട് 13 കൊല്ലമായിട്ട് ചേട്ടാ സിനിമയിലുണ്ടായിട്ടും ഒരു പൃഥ്വിരാജിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ലൂസിഫറിൽ ഒരു അന്നനട, പെണ്ണുങ്ങളുടെ അന്നനട എന്ന് പറയുന്നത് പോലെ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ആൾക്കാരെയും പ്രകമ്പം കൊള്ളിക്കുന്ന ഒരു നടത്തം കൊണ്ട് ചേട്ടൻ അങ്ങ് പ്രേക്ഷകർ മലയാളികളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി. ക്യാരക്ടർ സത്യം പറഞ്ഞ ഒരു പേര് പോലും ഇല്ലാത്തൊരു ക്യാരക്ടർ, എന്നിട്ടും മലയാളികളുടെ ഇടയിലേക്ക് ചേട്ടൻ കയറി. അതെന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ മൂവിയുടെ? പൃഥ്വിരാജിൻ്റെ ഇമ്പാക്റ്റ് ആയിരുന്നോ? എന്താണ് ചേട്ടൻ അതിൽ കാണുന്നത്? അതൊന്ന് പറയാമോ? ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-35 മൂവി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൽ ഈ മൂവി ചെയ്യുന്നത്. നമ്മുടെ പക്ഷേ ലൈഫിൽ അന്ന് വരെ ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരിലേക്കും നമ്മളൊരു നടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ പോസ്റ്ററിൽ വരണം, ഫ്ലെക്സിലൊക്കെ വരണം, ട്രെയിലറിൽ വരണം. ഈ എല്ലാ ആഗ്രഹങ്ങളും നടത്തിയത് ഒരൊറ്റ നടത്തത്തിൽ മാത്രമായിരുന്നു. ഇപ്പോഴും എന്നെ ഒരുപാട് പേര് കാണുമ്പോൾ ആ ലൂസിഫറിലെ ചേട്ടൻ, പേര് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയില്ല. എല്ലാവർക്കും ജെയ്സ് എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒറ്റ കാര്യം അറിയാം, ലൂസിഫറിലെ ചേട്ടൻ. അത് തന്നെയാണ് ഇപ്പോൾ എമ്പുരാനിലും അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പുറകിൽ നിന്ന് ഫസ്റ്റ് ഞാനായതുകൊണ്ട്, ഏറ്റവും ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ആൾ ഞാനായതുകൊണ്ട്, അല്ല അതവർ ചെയ്തു തന്നാട്ടോ. വലിയ എന്നും മനസ്സിൽ ഞാൻ നന്ദിയോടെ ഓർക്കും. ആദ്യത്തെ അത് ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടിയിരുന്നു. അല്ല, ചെറിയ സ്പേസ് തരുമ്പോൾ അത് ഇടം പിടിക്കുന്നതാണ് അതൊരു കഴിവ് എന്ന് പറയുന്നത്. കാരണം സ്ക്രീൻ സ്പേസോ സ്ക്രീൻ ടൈമോ ഒന്നും ബാധകമല്ലാതെ ചെറിയൊരു സാധനം അത് ഒരു കൂട്ടത്തിൽ ഫ്രണ്ടിലുണ്ട്, മുന്നിൽ നിൽക്കുന്നവരോ അത്രയും ഘടാഘടിയമായി. മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട് അടുത്ത്, അതിന്റെ കൂടെ നിന്ന് നടത്തത്തിൽ ഏതാണ്ട് അതേപോലെ തന്നെ. അത് ലാലേട്ടൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് ആ ഇമ്പാക്റ്റ് കിട്ടിയത്. പിന്നെ പൃഥ്വിരാജിന് അത് എങ്ങനെ നിർത്തണമെന്നും വളരെ മനസ്സിലുള്ള വിഷയമുണ്ടല്ലോ. അതുകൊണ്ടാണ് എന്നെയും ഷാജോൺ ചേട്ടനെയും അവിടെ കൃത്യമായിട്ട് ഇന്നുവരെ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോഴാണ് ഞങ്ങൾ തന്നെ ശ്രദ്ധിക്കണത്, ഞങ്ങൾക്ക് മോഹിച്ചായ ഒരുപോലെ ഉണ്ടെന്ന്. ആ സമയത്ത് ഏറ്റവും ചർച്ച, എല്ലാവരും എന്നോട് ചോദിക്കും, ഷാജോന്റെ ബ്രദറാണോ, കസിൻസ് ആണോ, ഇരട്ടകളാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലത് കിട്ടി. പുള്ളി അത് കൃത്യമായിട്ടത് ചെയ്തു. അപ്പോൾ വരുന്ന ഫ്ലെക്സുകളിലും ട്രെയിലറിലൊക്കെ ആ വരവ്. ഇപ്പോൾ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ലാലേട്ടനെ പറ്റി എന്ത് വന്നാലും ആ ലൂസിഫറിലൊരു നടത്തുന്നുണ്ട്. അപ്പം ഞാൻ കൂടെ സൈഡിലുണ്ട് എപ്പോഴും. അപ്പോൾ അത് വലിയ സന്തോഷവും ലൈഫിലൊരു വലിയ ഡ്രീം കം ട്രൂ എന്നൊക്കെ അതെ, അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു. ഷാജോൺ ചേട്ടൻ്റെ ഛായ ഉണ്ടോ എന്ന് ചോദിച്ചത് കേട്ടു. വിജയ് സേതുപതിയുടെ ഛായനെ പറ്റി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ ചോദിച്ചു. രേഖയുടെ ഒരു ഛായ എൻ്റെ അടുത്ത് കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പഴയ നടി രേഖയുടെ ചെറിയ സൈഡിലൊക്കെ. ഞാൻ ചേട്ടനെ പറ്റി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കിടപ്പുണ്ട്, വിജയ് സേതുപതി ചേട്ടനും കൂടെ നിന്നിട്ട്. വിജയ് സേതുപതി അതിലില്ല, ചേട്ടനാണ് അതിൽ വിരിഞ്ഞത്. അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു പോകും. ഒരു ഫോട്ടോ നമ്മുടെ ജോസഫിലെ നായിക നമ്മുടെ മാധുരി, പുള്ളിക്കാരി ഇതുപോലെ ഞങ്ങൾ കണ്ണന്താമരക്കുളത്തിൻ്റെ മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരി ഇതുപോലെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ. നമ്മൾ സാധാരണ അവരോടാണല്ലോ ഫോട്ടോ ചോദിക്കുക. അപ്പോൾ ഞാൻ അപ്പോഴെന്ത് പരിചയപ്പെട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിന് പുള്ളിക്കാരുടെ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു, അമിത് കേരള വിജയ് സേതുപതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ 2 തമിഴ് മൂവി ചെയ്തായിരുന്നു വില്ലനായിട്ട്. അപ്പോൾ അതിനകത്ത് താടി വെച്ചിട്ടാണ് നമ്മുടെ ഒരു തലൈനഗരം എന്ന് പറയുന്ന പഴയ ഹിറ്റ് മൂവിയുടെ സെക്കൻഡ് പാർട്ട് തലേന്നാൻ 2 വില്ലനായിട്ട് ഞാൻ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇതുപോലെ സാർ വിജയ് സേതുപതി മാതിരിയായിരിക്കും സാർ. ഞാൻ കാരോണിന്നൊക്കെ വന്ന് ഇറങ്ങിയപ്പോൾ അവർ വിചാരിച്ചു വിജയ് സേതുപതി എന്താ പറഞ്ഞത്, വിജയ് സേതുപതി ഡിസ്കഷനായി. പക്ഷെ അടുത്ത് വന്നവർക്ക് മനസ്സിലായി വിജയ് സേതുപതി കണ്ടപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഫോട്ടോ എടുത്ത സമയത്ത്? ഇല്ല അല്ല, പുള്ളി നല്ല പറഞ്ഞു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പുള്ളി എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റിയും അങ്ങ് പരസ്പരം പുകഴ്ത്തിയിട്ട് ഞങ്ങൾ
ചേട്ടാ ഒരു മാസ് പരിവേഷമുള്ള റോളുകളാണല്ലോ ചേട്ടൻ കൂടുതൽ പിടിക്കുന്നതും, അതുപോലെ തന്നെ ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യും. ചേട്ടൻ്റെ നടത്തമാണെങ്കിലും അല്ലെങ്കിൽ ചേട്ടൻ ഡയലോഗ് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇറങ്ങും നോക്കും, എല്ലാത്തിനും ചേട്ടനൊരു പവർ വരുന്നൊരു സാധനം ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഒരു ഇച്ചിരി റൗഡിസം തോന്നുന്നത്. ആ സാധനമാണ് ചേട്ടൻ ഭയങ്കരമായിട്ട് വഴങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ശരിക്കും ഞാൻ തിരിച്ചാണ്. എൻ്റെ മനസ്സിലുള്ളതും അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ ഹ്യൂമർ ക്യാരക്ടറുകളാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ മോണക്റ്റും കോമാളിത്തരങ്ങളും കാണിച്ച് ചിരിപ്പിച്ചുകൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഈ രൂപം കൊണ്ടും ഇതുവരെ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് അതിലെപ്പോഴും ഒരു ചേഞ്ച് തന്നത് മാർത്താണ്ഡനാണ്. മാർത്താണ്ഡൻ്റെ സിനിമയിലാണ് എനിക്ക് ഒരു ഹ്യൂമർ ക്യാരക്ടർ കിട്ടിയത്. ജോണി അശപ്പ എന്ന് പറയുന്ന മൂവിക്കകത്ത് മാക്സ് എന്ന് പറയുന്നൊരു പട്ടിയുടെ പുറകെ ഒരു മനുഷ്യനാണ്. അതിനകത്ത് കുറച്ചെങ്കിലും ഇപ്പം കിട്ടിയത്. എൻ്റെ ആഗ്രഹവും നമ്മൾ വരാൻ പോകുന്നത് അവിടെയാണ്. അവിടെയാണ് ചേട്ടന്റെ ബേസ് കിടക്കുന്നത്. അവിടെ വരാൻ പോണേ ഉള്ളൂ, തുറക്കണം. അതിനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ ഹ്യൂമർ മൂവീസ് ചേട്ടന് കിട്ടട്ടെ. ഇതൊരു ക്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭാവം ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ സംവിധായകരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചേട്ടനത് എല്ലാവരോടും പറയും. പക്ഷെ ഇപ്പോൾ സ്ക്രിപ്റ്റിലും കാര്യത്തിൽ വിളിക്കും, ഇവിടെ ഒരു ഹ്യൂമർ ക്യാരക്ടർ എന്നൊക്കെ എല്ലാവരോടും ഡിസ്കസ് ചെയ്യും. പറഞ്ഞ് അവസാനം പടം റെഡിയായി വരുമ്പോഴത്തേക്കും പോലീസുകാരനോ ഗുണ്ടയോ ഒക്കെ ആയി തന്നെ വരും. അത്രയും രജിസ്റ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും ഇപ്പം ഇന്നാണെങ്കിലും ഇപ്പം ഞാൻ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ലൊക്കേഷനിൽ വരുന്നത്. അപ്പോഴും അനൂപ് ഇങ്ങനെ ആൻറ്റി ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ജെയ്സി ചേട്ടന് നമുക്ക് മറ്റേ മാസ പരിപാടികളുള്ളതാണ് വേണ്ടത്, ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആൻറ്റി ചേട്ടൻ പറയും അവനൊന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്, ഒരു വേറൊരു സംഭവം ചെയ്യണം എന്നുള്ളത്. അതെനിക്കൊന്ന് ഈ 2018 ചേട്ടനൊരു ഫിഷർമാൻ ആയിട്ടുള്ള ഇതായിരുന്നല്ലോ, എന്നാൽ പോലും അതിൻ്റെ അകത്തൊരു മാസമായിരുന്നു. അതില് ചേട്ടനെ എങ്ങനെ വെച്ചാലും മാസം മാറ്റി പിടിക്കാൻ ഇത്തിരി പാടാണ്. അതായത് അതിനകത്ത് ലാൽ സാർ മരിച്ചു കഴിഞ്ഞ് ആകെ വിഷമിച്ച് ആസിഫ് അലിയും നരേനും കൂടി ഇരിക്കുമ്പോൾ ഡോക്ടർ റോണി വന്നിട്ട് ഇടിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടങ്ങി നിന്ന് ഞാൻ എണീറ്റ് ഒറ്റ ചവിട്ട് അവസ്ഥ. അപ്പോഴും നമ്മളുടെ മാസസ്ഥാനം അത് ഉള്ളിലുണ്ട് ചേട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ചേട്ടന്റെ ഇപ്പൊ മെയിൻ ഐറ്റം ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എമ്പുരാന്റെ കുറച്ച് വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചേട്ടന് പറയാനായിട്ട്? എമ്പുരാനിൽ വളരെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുറകിൽ നിന്ന് ഫസ്റ്റാണ് ഞാൻ. ഇതിനകത്ത് പറയേണ്ട കാര്യം, അങ്ങനെ ഒരു സിനിമയിലെ പേര് പോലും ഇല്ലാത്തൊരു ക്യാരക്ടറിൽ നിന്ന് എമ്പുരാനിലേക്ക് വന്നപ്പോൾ ഒരു ക്യാരക്ടർ റിലീസ് സിനിമയ്ക്ക് മുമ്പ് നടത്തുന്ന ആ ക്യാരക്ടേഴ്സിൽ ഒരാളായി മാറി ചേട്ടൻ. അപ്പോൾ അവിടെ പൃഥ്വിരാജിനെ പോലെ ഒരു ഡയറക്ടർ എന്തോ കണ്ടിട്ടാണ് ഉറപ്പായിട്ടും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചേട്ടൻ എത്തിയിരിക്കുന്നത്. അത് ചേട്ടൻ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ജേർണി ചേട്ടനൊന്ന് പറഞ്ഞേ. അല്ല, ഇത് ജേർണി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലൂസിഫർ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അറിഞ്ഞ കാലം തൊട്ട് ദൈവമേ അതിലുണ്ടാവണേ എന്ന് കാത്ത് പ്രാർത്ഥിച്ചിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ആരോട് ചോദിച്ചാലും ദൈവം സഹായിച്ചൊരു വാക്ക് പറയില്ല, ഉണ്ടോ ഇല്ലയോ, ഉണ്ടാവും ചേട്ടാ, ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കാപ്പ സിനിമ ചെയ്യുമ്പോഴാണ് ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ, ആ ഫൈറ്റ് ചെയ്യുന്ന ദിവസം ഭയങ്കര പനി. എനിക്ക് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പനിയുണ്ട്, ലൂസ് മോഷനുണ്ട്. എനിക്ക് നിൽക്കാൻ വയ്യ. പക്ഷെ ഞാൻ കാരണം ഫൈറ്റ് മാറാനും പാടില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ അപ്പോൾ ഒരു ഡോളോ കഴിക്കുന്നു. ഞാൻ 6 മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കാൻ പറഞ്ഞു. ഞാൻ 3 മണിക്കൂറിൽ കഴിക്കാൻ തുടങ്ങി. കാരണം അപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടാവും, കണ്ണൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ടയർഡാവും. ORS ഇങ്ങനെ എൻ്റെ കൂടെയുള്ള പോയിൻ്റെ അടുത്ത് ORS ഇങ്ങനെ കലക്കി വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ മിണ്ടിയ കാരവനിലേക്ക് ഓടുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫൈറ്റിൽ എന്നെ ചവിട്ടി ഞാൻ തിരിഞ്ഞ് മറിഞ്ഞ് വീണ സീനുണ്ട്. ചവിട്ടി ഇങ്ങനെ തിരിഞ്ഞ് വീണ ഞാൻ അത്രയും ടയേർഡല്ല, തിരിച്ച് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അടിച്ചങ്ങ് വീണു. വീഴുമ്പോൾ കൈ കുത്താൻ പറ്റിയിട്ട് ഈ കൈ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഈ കൈ ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ അവസ്ഥ, ഇത്രയും വലിയ ശരീരം വന്ന് ഇടിക്കുമ്പോൾ ഈ ലോഡാക്കി നെഞ്ച് വേദന എടുത്ത് അങ്ങനെ വീണു. അപ്പോൾ ഫൈറ്റ് മാസ്റ്ററൊക്കെ സൂപ്പർ തിരിച്ചു എണീക്കെന്ന് പറയുന്നുണ്ട്. എവിടെ ഞാൻ കഴിക്കും, അയ്യോ എണീക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മനസ്സിലായി അത്രയും ടയേർഡാണ്. അപ്പോഴത്തേക്കും സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് നമ്മളൊരു ആൾ കാരണം അത്രയും സെറ്റപ്പ് ഇതുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എനിക്കൊന്നും എല്ലാവരും തന്നെ എന്തെങ്കിലും ടീമുണ്ടില്ല. കാരണം നമ്മൾ കാരണം മുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതും ഫൈറ്റ് ആ പടത്തിലെ മെയിൻ കണ്ടന്റുള്ള സാധനമാണ്. ആ ഷവർമ കമ്പി വെച്ച് കയറുന്ന സാധനം. അപ്പോൾ ഞാൻ വീണപ്പോൾ എണീക്കാൻ പറ്റാണ്ടായി. അപ്പോഴത്തേക്കും എല്ലാവരും കൂടി വന്ന് മനസ്സിലാവും. അപ്പോൾ സാറ് വന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോഴാണ് ഞാൻ പറയണത്. ഷായിക്കല്ല സാർ വന്ന് പുള്ളിക്ക് മനസ്സിലായി എന്താ കുഴപ്പം, എന്ത് പറ്റി ചോദിച്ചാൽ. അപ്പോൾ ഞാൻ നല്ല പനിയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു, അപ്പോൾ വീണ് പോയി എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വേദന. അപ്പോഴാണ് മറ്റേ പൃഥ്വിരാജ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ നമ്മുടെ പാഡ് കെട്ടുമല്ലോ, പാഡ് കെട്ടുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ 6 പാക്ക് ഇങ്ങനെ ഫാമിലി പാക്കായിട്ട് ഇങ്ങനെ അങ്ങനെ തള്ളി നിൽക്കും പല സ്ഥലത്തും. അപ്പോൾ
എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ എമ്പുരാനിൽ ആ ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷൻ ക്യാരക്ടറാണ്, ഈ പാഡ് കെട്ടണ്ടാത്ത വയറൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടി പറഞ്ഞവർ എൻ്റെ ക്ഷീണവും പോയി. ഓ എമ്പുരാനിലുണ്ട് എന്ന് അറിയുന്ന നിമിഷമാണ് ഇനി എന്ത് ഡോളോ ഏറ്റവും നല്ല മരുന്ന് അതായിരുന്നു എന്ന് പറഞ്ഞവർ. ആ ഒരു അവസ്ഥയിലാണ് അറിയണത്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് തിരിച്ചു എനർജി ഫൈറ്റ് എന്ന് പറഞ്ഞ അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയത്ത് അറിഞ്ഞെങ്കിലും നമുക്കിത് ആരും പറയാത്തതുകൊണ്ട് ഒപ്പം തൊട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എമ്പുരാനിലുണ്ട്. ഏറ്റവും എന്നോട് ചോദിച്ചിരുന്ന കാര്യം എമ്പുരാനിലുണ്ടോ എന്നുള്ളവർ. ഞാനായിട്ട് പറയാനും പറ്റില്ലല്ലോ, നമ്മുടെ വായന്ന് പോയിട്ട് ഇനിയൊരു ഇത് വേണം. അപ്പം ഞാനിങ്ങനെ പറയാൻ ഉണ്ടാവണം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം തുടങ്ങിയപ്പോഴാണ് പുറത്ത് പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ ഒരുപാട് മമ്മൂക്ക സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഓഫ് ദ കരിയർ ചേട്ടൻ്റെ മമ്മൂക്കയുടെ കൂടെയാണ്. ഒരുപാട് പണം ചെയ്തു. തുടങ്ങുന്ന തന്നെ ക്ലീറ്റസ് കഴിഞ്ഞു, ടോബിൽ രാജാവ്, പിന്നെ ഷൈലോക്ക്, മാസ്റ്റർ പീസ്, അങ്ങോട്ട് കുറേ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇത്രയും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ മമ്മൂക്കയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വല്ലാത്ത ബന്ധമുണ്ട്. കാരണം എൻ്റെ ജോർജ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ മാനേജർ, പ്രൊഡ്യൂസറായിട്ടുള്ള ഇമാനുവിൻ്റെ ഒക്കെ പ്രൊഡ്യൂസർ ജോർജ് എന്ന് പറയുന്നത് എൻ്റെ അളിയനാണ്. എൻ്റെ കസിൻ സിസ്റ്ററെയാണ് പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് മമ്മൂക്ക. അപ്പോൾ പാർട്ട് ഓഫ് ഞങ്ങളുടെ ഫാമിലിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെപ്പറ്റി നമ്മുടെ കാര്യങ്ങളിലൊരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാണ്. എല്ലാത്തിലും വഴപ്പാണെങ്കിൽ വഴക്ക് പറയുന്നതും നല്ല വീട്ടിലെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. സിക്കാഡയിലേക്ക് വരാം. സിക്കാഡയായിരുന്നു ആദ്യത്തെ മുഴുനീളൻ ക്യാരക്ടർ. ചേട്ടൻ ഇത്രയും സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ റോളുകൾ ചെയ്യുന്നു, ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എല്ലാം ഇങ്ങനെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാം. അതിനുശേഷം ചേട്ടൻ ഒരു മുഴുനീളൻ കഥാപാത്രം കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ അതും ആ ക്യാരക്ടറുമായ എക്സ്പീരിയൻസും പ്രതീക്ഷിച്ച പോലെ അതൊരു വലിയ സക്സസ് ആയിരുന്നില്ല സിക്കാഡ. അത് മറ്റൊരുപാട് തലങ്ങളിലേക്ക് എന്തായാലും അത് ശ്രദ്ധിക്കപ്പെടും. അത് കാരണം ആ മൂവിക്ക് അങ്ങനെ ഒരു ക്ലാസ് മൂവിയാണത്. അത് അതിൻ്റെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീജിത്ത് ഇടവനെയാണ് അതിൻ്റെ ഡയറക്ടർ. ശ്രീധരവനെ അറിയാലോ, നെഞ്ചോട് ചേർത്തും നമ്മുടെ മധുരനാരങ്ങ സോങ്ങും ഒക്കെ ഭയങ്കര ഒരുപാട് ഹിറ്റുകളുള്ള. അപ്പം എനിക്ക് ആദ്യ പടം തൊട്ട് സുഗീതും നമ്മുടെ ശ്രീധരവനും നമ്മൾ നല്ല സൗഹൃദം ഉണ്ടായിരുന്നുകൊണ്ട് ശ്രീധരവൻ എനിക്ക് അറിയാം. അപ്പോൾ ശ്രീജിത്തിന്റെ മനസ്സിൽ ഈ പടം കുറേ കാലമായിട്ട് അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അവനിങ്ങനെ അവൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ ലാൽ സാറായിരുന്നു, സിദ്ദിഖ് ലാൽ സാർ. അങ്ങനെ ലാൽ സാറിനെ പോയിക്കും കഥ പറഞ്ഞു, ലാൽ സാറിനെ ഇഷ്ടപ്പെട്ടു, അവർ ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു. പല പല കാരണങ്ങളിൽ നീണ്ടുപോവാണ്. നീണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതെല്ലാം അറിയുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട്, ഞാനപ്പോഴും ലീഡൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്യാരക്ടർ വേണം. ചേട്ടനെ പറ്റിയ ക്യാരക്ടർ ഇല്ല കേട്ടോ, ഞാൻ എന്താ ചെയ്യും നോക്കട്ടെ. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും നിൻ്റെ സിനിമയാണ്, നീ ആദ്യമായിട്ട് പടം ചെയ്യുമ്പോൾ പാസിങ് സീനിലെങ്കിലും ഞാനവിടെ ഉണ്ടാവും, അതില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആ പടം വിചാരിച്ച പോലെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന രജിത് മേനോൻ അതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. ഹീറോ തന്നെയാണ്, പക്ഷേ നെഗറ്റീവ് ഷെയ്ഡ് അവൻ്റെ ക്യാരക്ടർ. അപ്പോൾ രജിത്തുമായിട്ട് സംസാരിച്ചു. രജിത്താണ് പറയണത്, എടാ നമ്മളിതിനെ എങ്ങനെ ലാൽ സാറിനോ കാര്യം നമ്മളിവിടെ കൂടെ നിന്ന് ചെയ്യണമെങ്കിൽ ജെയ്സി ഏട്ടൻ കറക്റ്റ് അല്ലേ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ജെയ്സി ഏട്ടൻ ചെയ്യോടാന്ന്. അപ്പോൾ ശ്രീജിത്തിന് ഡൗട്ട്. അപ്പോൾ രജിത്ത് പറഞ്ഞു ഇല്ല ചെയ്യും, പുള്ളി ഗംഭീരമായിട്ട് ചെയ്യും, പുള്ളിയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയും, പുള്ളിയെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു. പട്ടിപ്പടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെയാണ്. അപ്പോൾ രജിത്ത് ശ്രീധരൻ ഒരു ശ്രമിച്ചിട്ടുണ്ട്, ജയിച്ചിട്ട് എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞോടാ ഞാൻ അപ്പോൾ തമിഴ് പടം കഴിഞ്ഞിട്ട് വരാം. ഞാൻ തലൈനഗരം തന്നെ, തലൈനഗരത്തിലെ ക്യാരക്ടർ ആകുമ്പോൾ നല്ല വലിയ താടിയൊക്കെ വെച്ച് നിൽക്കുന്ന സമയം. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഒന്ന് വരുമോ, സ്റ്റുഡിയോ വരെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. കൊച്ചിയിൽ വരുമ്പോൾ വരടാന്ന് പറഞ്ഞു. ഞാൻ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഈ വലിയ താടിയും വെച്ച് ഇവനീ ആഗ്രഹിച്ച രൂപത്തിലാണ് ഞാൻ വരണേ. അപ്പോഴാണ് പുള്ളി ചേട്ടാ ഇത് ഭയങ്കര അത്ഭുതമായിപ്പോയി ചേട്ടാ. ഞാൻ അപ്പോൾ അവനൊരു അതിൻ്റെ ഒരു മോഡൽ വരച്ച് വെച്ചു. പക്ഷേ ലാൽ സാറെ വെച്ചേക്കണേ, പക്ഷേ ലാൽ സാറിൻ്റെ മുഖത്ത് ഇത്തിരി തടി കൂടുതലും ഒരു ചേട്ടാ കാണിച്ചു. ശരിക്കും എൻ്റെ മുഖം വരച്ച് വെച്ചേക്കണ പോലെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇത് തീരുമാനിക്കണം. അപ്പം പറഞ്ഞു ചേട്ടാ ഒരു പ്ലാൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, നടക്കുകയാണെങ്കിൽ ഒരു സംഭവമായിരിക്കും ചേട്ടനെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ശരിയിടാണോ. അങ്ങനെയാണ് സിക്കാഡ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ചേട്ടൻ മൂവിയിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്? അതൊരു ഭയങ്കര രസകരമായ ഒരു കഥയാണ്. അത് പറയുന്നത് ഇന്റർവ്യൂ ഫുള്ള് പോകും. അതായത് സിനിമ വലിയൊരു ആഗ്രഹമായിരുന്നു, കൊച്ചിലെ തൊട്ട് സിനിമ തന്നെയായിരുന്നു എൻ്റെ ഡ്രീം. അങ്ങനെ പക്ഷെ ദുബായി ചെന്നു, ജോലി ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ദൈവം സഹായിച്ച് അത് നല്ല രീതിയിലായി. ബുർജ് ഖലീഫയുടെ 15 ഫ്ലോറിന്റെ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ടറാണ് ഞാൻ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ബുർജ് ഖലീഫയുടെ 15 ഫ്ലോർ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ടറാണ് ഞാൻ. ഇപ്പൊ ലോകത്ത് ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ ചെറിയ ആളൊന്നുമല്ല മുമ്പിലിരിക്കുന്നത്. പക്ഷെ അതൊക്കെ നിർത്തി ഞാൻ സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ ഞാൻ അതെ. അപ്പോൾ ഞാൻ അങ്ങനെ ബിസിനസ്സായിട്ട് നിൽക്കുന്ന സമയത്താണ് ഓർഡിനറി എന്ന് പറയുന്ന സിനിമയുടെ ഫംഗ്ഷനുമായിട്ട് സുഗീതും ബിച്ചേട്ടനും ചാക്കോച്ചനും ഒക്കെ വരുന്നത്.
അങ്ങനെ അവിടെ വെച്ച് എനിക്ക് സുഗീതിനും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, സുനിൽ എന്ന് പറയും, സുനിൽ സതീഷ് രണ്ടുപേര്. അപ്പോൾ അവരോട് ഞാൻ എപ്പോഴും പറയും, അവരോട് മാത്രമേ ഞാൻ സിനിമ എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം. പിന്നെ ഓർഡിനറി കണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പേരൊക്കെ സുഗീത് നല്ല സുഖമുള്ള പേരാണല്ലോ. അപ്പോൾ ആ പടത്തിൻ്റെ ഒരു സിറ്റുവേഷനും സോങ്ങും ആ ഡയറക്ടറുടെ പേരിനൊക്കെ ഒരു പ്രത്യേകം. അങ്ങനെ ഞാൻ അവർ പറഞ്ഞു സുഗീത് വരുന്നതെന്ന് പറഞ്ഞു, ഇവിടെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ആ ഫംഗ്ഷന് വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദം ഞങ്ങൾ ആ ദിവസങ്ങൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുള്ളിൽ സിനിമ അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് കിടക്കണോണ്ട് ഞാൻ പറഞ്ഞു പോയി പരിചയപ്പെട്ടു വർത്തനൊക്കെ പറഞ്ഞു, എല്ലാവരും പോകുന്നു. അപ്പോൾ അന്ന് നാളെയാണ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേദിവസം 96.7 FM ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവർ സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾക്ക് അവരെന്തോ ഒരു ലക്കി ഡ്രോ പോലെ വെച്ചിട്ട് ചാക്കോച്ചൻ്റെയും ബീച്ചാൻ്റെയും കൂടെ ഫുഡ് കഴിക്കാൻ രാത്രി, അതാണെന്ന് അതിൻ്റെ മെയിൻ സാധനം. പിന്നെ ഫംഗ്ഷനുള്ള ടിക്കറ്റ്. അപ്പോൾ അത് ആ ഫംഗ്ഷന് വേണ്ടി ഇവർ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നാൽ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് ബീച്ചാറിനെ പരിചയപ്പെടുന്നു, ചാക്കോച്ചിനെ പരിചയപ്പെടുന്നു. ബീച്ചാറിനായിട്ടും കുറച്ചും കൂടി അടുത്ത് കുറേ സംസാരിക്കാനും ബന്ധം. ഞങ്ങളുടെ എൻ്റെ ലൈഫിൽ നല്ല സുഹൃത്താണ് ബീച്ചാർ. ആ ബീച്ചാറിനായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നു. സുഗീതിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് മിഥുൻ വന്നിട്ട് പറയണത്, സുഗീത കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ, ഈ ബാക്കി ആർട്ടിസ്റ്റുകൾ വിട്ടിട്ട് വണ്ടിക്ക് ഷോർട്ടേജ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ വിട്ടിട്ട് വിടാം, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സുഗീത പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വിടാം, എനിക്ക് ആളെ കിട്ടും. അങ്ങനെ ഞാൻ വിടാന്ന് പറഞ്ഞാൽ സുഗീതിന് എൻ്റെ വണ്ടി കയറ്റുന്നു. സുഗീതിൻ്റെ വൈഫുണ്ട്, സരിതയുണ്ട്. അവർ ഷാർജയിൽ ഹോട്ടലിൽ താമസിക്കുന്നത്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മിഥുൻ്റെ കോൾ വരികയാണ്. മിഥുന് ഞാനും നേരത്തെ സുഹൃത്തുക്കളാണ്. ആ മിഥുൻ വിളിച്ചിട്ട് സുഗീതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ നാളെ കാലത്ത് 9:30 കേട്ടോ ഇൻ്റർവ്യൂ, ലൈവ് കൊണ്ടാണ്, ഞാൻ വണ്ടി വിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും ഇടപെട്ടു. ഞാൻ കൊണ്ടുവരാം. അപ്പം ഇത് ഒരു ജാളിയാ നീ വിടുമോ? ഞാൻ പറഞ്ഞു ഞാൻ വിടാം. അപ്പോൾ നിനക്കറിയാലോ ലൊക്കേഷൻ അറിയില്ല, നീ കൊണ്ടല്ലേ, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുഗീതുമായിട്ട് അവർ പോയി. വൈകുന്നേരം രാത്രി തന്നെ സരിതേനെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ദുബായ് അല്ലേ, രാത്രി അടിപൊളിയല്ലേ, നമുക്കൊന്ന് കറങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല വളരെ സുഗീതി അല്ല, പക്ഷെ എനിക്ക് ആ സൗഹൃദം കിട്ടാൻ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഒരു ഡയറക്ടർ സിനിമ ഇത്രയും ആഗ്രഹിക്കുന്ന ആൾ ആദ്യമായിട്ട് ഇങ്ങനെ ആൾ കൈ കിട്ടുമ്പോൾ നമ്മൾ വിടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു നൈറ്റൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു. കാലത്ത് തന്നെ ഞാൻ ഇവർ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർ സരിതി സുഗീതൊക്കെ കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് ഈ അവിടുത്തെ അറബിക് ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 96.7 FM ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴാണ് സരിത പറയണു നല്ല ചോറും കറിയും കഴിക്കാൻ കൊതിയാവുന്നു. അപ്പോൾ മറ്റുള്ള പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കഴിക്കാൻ. അങ്ങനെ തന്നെ വൈഫിനെ വിളിച്ചു പറയതു എടി ഇങ്ങനെ സുഗീതും ഇവർ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മച്ചി തൊട്ടപ്പുറത്ത് തന്നെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മച്ചി കുറച്ച് ഫിഷും താഴെ അമ്മച്ചിയും കൂടി വന്നു, കുക്ക് ചെയ്തു. അങ്ങനെ ഒരു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ വീണ്ടും കറങ്ങല് പരിപാടിയിൽ ഒരു ആഴ്ച ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും എൻ്റെ ബ്രദർ എൻ്റെ കസിൻസ് കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും കൂടി സർപ്രൈസ് പണി തരുന്ന സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി എൻ്റെ ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്ത് അനിയൻ സർപ്രൈസായിട്ട് വിളിച്ചു കൂട്ടത്തിൽ അവന് എൻ്റെ സിനിമയും ആഗ്രഹങ്ങളൊക്കെ അറിയാലോ. അവന് സുഗീതമായിട്ട് അപ്പോൾ സുഗീതിനോട് പറഞ്ഞു ചേട്ടയുടെ ബർത്ത്ഡേ ആണ് പറയണ്ട. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞാൻ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് ഞാൻ അവളും കൂടി പള്ളിയിൽ പോയി. വൈകുന്നേരം ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാൻ തന്നെ പള്ളിയിൽ പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട് ഫുൾ ആളാണ്. എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും പണി വെക്കാറുണ്ട് സ്ഥിരം. അപ്പോഴാണ് സുഗീതൊക്കെ അവിടെയുണ്ട്. അപ്പോൾ 27 എൻ്റെ ബർത്ത്ഡേ, 26 രാത്രിയാണ്. 12 മണി വരെ 12 മണി കേക്ക് കട്ട് ചെയ്ത് എന്നെ പിടിച്ച് വിളി തള്ളിയിട്ട് അലമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഡെസേർട്ട് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഗീത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു കാലത്ത് ചേച്ചി എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. അമ്മച്ചിയുണ്ട്? ഞാൻ പറഞ്ഞു അമ്മച്ചിയുണ്ട്. ഓക്കെ ഞങ്ങളിപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇവിടെ വൈകുന്നേരം അല്ലേ 4 മണിക്ക് പോയാൽ മതി. അപ്പോൾ ഇപ്പോഴേ അല്ലടാ വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുഗീത് ഒരു ഗിഫ്റ്റ് കൊണ്ട് എനിക്ക് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് തന്നു. ഇത് സൈൻ ചെയ്യാൻ പറഞ്ഞു. അത് സൈൻ ചെയ്തതാണ്. അതിലെഴുതിയിരുന്നു പുള്ളിയുടെ അടുത്ത പടത്തിൽ അഡ്വക്കേറ്റ് രവീമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് എൻ്റെ എൻട്രി 3 ഡോട്ട്സ്. അതിന്റെ ഹാപ്പിനെസ് എൻ്റെ അമ്മേ. അയ്യോ, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ക്ലൂ ഇല്ല, ഒന്നുമില്ല. ഞാൻ വേറെ കാര്യം ഞാൻ സുഗീതിനോട് പറഞ്ഞിട്ടുമില്ല. എനിക്കൊരു അവസരം തവണ അന്ന് ചോദിച്ചിട്ടില്ല. ബന്ധം ഉണ്ടായി സൗഹൃദം ഉണ്ടെങ്കിലും അങ്ങനെ ചോദിക്കണം മോശമാണല്ലോ. അവൻ വെറുതെ ഒരു ബുദ്ധി നമ്മളൊരു ബാഡനാവരുതല്ലോ എന്ന് വെച്ചിട്ട് ഉള്ളിലും. പക്ഷെ അവൻ അത് മനസ്സിലായി. അവൻ അങ്ങനെയാണ് നമ്മുടെ സിനിമയിലേക്കുള്ള എൻട്രി. ചേട്ടന്റെ ഒരു മുഴുനീളൻ കഥാപാത്രം എന്ന് പറയുന്നത് ഗുമസ്തനിലായിരുന്നു. ആ മൂവിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ചേട്ടൻ പറഞ്ഞു. ആ മൂവിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സിക്കട കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ വേറൊരു സിനിമ നമ്മളിതുപോലെ മനസ്സിൽ ഒരു പരിപാടി ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ റൈറ്റർ എൻ്റെ അടുത്ത് വന്ന് റിയാസ് വന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ അതിനകത്ത് ഷാജു ചെയ്ത ക്യാരക്ടറാണ് പോലീസ് ഓഫീസർ, സ്ഥിരം എൻ്റെ പരിപാടി. ആ പുള്ളിയുടെ മനസ്സിൽ ആ ക്യാരക്ടർ എനിക്കും ഇപ്പുറത്ത് വേറൊരു ബിജു മേനോൻ അങ്ങനെയൊക്കെ മനസ്സിൽ വലിയൊരു ആർട്ടിസ്റ്റ് വേണം പ്ലാനിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കഥ, ഇങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പരിപാടി, ചേട്ടൻ തോന്നുന്നു വർക്കൗട്ടാക്കി വർക്കൗട്ടാക്കി ചേട്ടൻ ഈ പോലീസ് ക്യാരക്ടർ ചെയ്യാമെന്നു. അപ്പോൾ ഈ കഥ മുഴുവൻ കഴിഞ്ഞ് ഗുമസ്തം വല്ലാതെ ഇത് നമ്മൾ കാത്തിരുന്നൊരു സാധനമുണ്ട്. വെറുതെ ഞാനൊരു കാര്യം ചെയ്യും, ഈ ഗുമസ്തൻ ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്
അപ്പോൾ അവനാണെങ്കിൽ പടം ചെയ്യാൻ ആരും അറിയില്ല, ഡയറക്ടറും ഇതുപോലെ ഒരു ബന്ധമില്ല പുള്ളിക്ക്. നമ്മൾ ഇത്ര ഒരു ലിങ്കാണ് പുള്ളി പ്രതീക്ഷിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ ചേട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ, ചേട്ടന് ചെയ്യാനും പറ്റും, പക്ഷെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ആര് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ അമലിനോട് പോയി കഥ പറയാം. അപ്പോൾ അമലിൻ്റെ എതിരെ എന്ന് പറഞ്ഞൊരു സിനിമ ഇതിന് മുമ്പ് നമ്മുടെ അമൽ റിലീസായത് ഇതാണ്. ഇതിന് മുമ്പ് എതിരെ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്, റഹ്മാൻ, ഗോകുൽ സുരേഷ്, വലിയൊരു പ്രൊജക്റ്റ് അത്. അപ്പോൾ അതിൽ വെച്ച് എനിക്ക് അമലിൻ്റെ പരിപാടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല കഴിവുള്ള ആള്. പിന്നെ ഇപ്പോഴാണ് നമ്മുടെ തുടക്കക്കാരനായതുകൊണ്ട് നമ്മുടെ ഒപ്പത്തിൽ നിൽക്കുന്ന ഒരാള്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ കഥയൊന്ന് കേൾക്ക്, അപ്പം നമുക്ക് പ്രൊഡ്യൂസർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഈ അമലിൻ്റെ അടുത്ത് അമലിന് കഥ വല്ലാതെ ഇഷ്ടപ്പെട്ടു, അമൽ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ പ്രൊഡ്യൂസറെ തപ്പിയുള്ള യാത്ര തുടങ്ങി. പ്രൊഡ്യൂസറെ കണ്ടു. അപ്പോൾ പ്രൊഡ്യൂസർ ആയപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചെറിയ ബഡ്ജറ്റിൽ ഞാനും ഇത് പിന്നെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ഈ പടത്തിൽ കുറച്ചും കൂടി പവർഫുൾ ഒരാൾ വന്നാലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ എന്നൊരു തോന്നും. അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതെ അത് പറഞ്ഞാൽ എല്ലാം നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്താ. സ്റ്റീഫൻ ദേവസി ഒരൊറ്റ രൂപ മേടിക്കാണ്ടാണ് എനിക്ക് സോങ് ചെയ്തതെന്ന്. അതിനകത്ത് ഷാജു ശ്രീധർ ആണെങ്കിലും കൈലാഷ് ആണെങ്കിലും ബിപിൻ ജോർജൊക്കെ ചെറിയ പൈസയെ മേടിച്ചിട്ടുള്ളൂ. എല്ലാവരും അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തല്ലോ. എല്ലാവരും കുഞ്ഞുണ്ണി ക്യാമറ, എന്ത് ഭംഗിയുടെ ക്യാമറ അവൻ, അത് അതുപോലെ നമ്മുടെ കൈലാഷാണെങ്കിലും മക്ബൂലാണെങ്കിലും. പിന്നെ നമ്മളെല്ലാ കൂട്ടുകാരെയും വിളിച്ചു തുടങ്ങി, എടാ അങ്ങനെ എൻ്റെ ഒരു പടമുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യണം. വിജയേട്ടനൊന്നും ഒരു രൂപ മേടിച്ചിട്ടില്ല, വിജയേട്ടൻ സ്നേഹത്തിന് മാത്രം വന്ന ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവറെ പൈസ കൊടുത്ത് തന്നെ തല്ലില്ല എന്നുള്ളൂ. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു വലിയ പടമായി മാറി. പിന്നെ എമ്പുരാനിലെ പൃഥ്വിരാജ് പറഞ്ഞു പാടൊന്നും വെക്കാതെ വേണം വരാൻ, വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ട് എവിടെ നടക്കണം. കുറേ ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മളൊക്കെ നിൽക്കും. പക്ഷെ നമ്മുടെ ഈ ഡേറ്റ് നീണ്ടു പോവാണല്ലോ. പിന്നെ നമ്മളില് സാധാരണക്കാരൻ ഒന്നാമത് എനിക്ക് എന്റെ ഇന്റർവ്യൂ ശ്രദ്ധിച്ചറിയാം, എനിക്ക് കുക്കിംഗ് ഭയങ്കര വീക്കൻസ് ആണ്. അപ്പൊ കുക്ക് ചെയ്യുന്നതിന്റെ സ്വഭാവം അറിയാലോ, ഭക്ഷണത്തോട് അതിലും വലിയ പ്രിയമായിരിക്കും. ഞാൻ എന്റെ എല്ലാ ലൊക്കേഷനിലും എന്റെ കയ്യിലൊരു ജോർജ് ഫോർമാൻ എന്ന് പറഞ്ഞ മറ്റേ റൂമിനകത്തിന് ഗ്രിൽ ചെയ്യാവുന്ന സാധനമുണ്ട്, ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ഒരു. അപ്പൊ അത് എന്റെ കയ്യിലുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാത്രം, മസാല പറ്റാനുള്ള പാത്രം, സ്റ്റൗവ്. അപ്പൊ മമ്മിയൊക്കെ ചോദിക്കും മോനെ നീ അഭിനയിക്കാൻ തന്നെയാണോ പോണേ? എനിക്ക് ഏത് ലൊക്കേഷനിൽ ചെന്നാലും വൈകുന്നേരങ്ങൾ എന്റെ മുറിയിൽ ഒരു ഓളമായിരിക്കും. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരണ വഴിക്ക് വണ്ടി നിർത്തി ചിക്കൻ മേടിച്ച് മസാല മേടിച്ച് കുളിക്കണേക്കാളും മുഴുവൻ പെരട്ടി വെച്ച് കുളി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും എന്റെ മുറിയിലെത്തിയിട്ടുണ്ടാവും കുളിച്ചിട്ട്. പിന്നെ അവിടെ തുടങ്ങുവാണ് ഗ്രില്ലിങ്ങും ആഘോഷങ്ങളും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കുക്ക് ചെയ്യും, ഭക്ഷണം കഴിക്കും, ആഘോഷങ്ങളിൽ കൂടും. അത് കഴിയുമ്പോഴത്തേക്കും ഡേറ്റ് മാറും. കുറെ നാൾ കൊണ്ട് ഇതൊരു നമുക്ക് സ്റ്റേറ്റ് വർക്കൗട്ട് ചെയ്ത് നിൽക്കാനുള്ളൊരു ഇതില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ് പ്രതീക്ഷിക്കാത്ത നേരത്തെ പെട്ടെന്ന് വിളിയും ഏകദേശം പെട്ടെന്നായിരുന്നു വന്നത്. അല്ലല്ല ഉണ്ടെന്നറിയാം, പക്ഷെ ഡേറ്റ് കുറേ മാറി. എമ്പുരാൻ ഏറ്റവും കൂടുതൽ ഡേറ്റ് നീണ്ട ഒരു മഴയാ. ഇവിടെ എമ്പുരാന്റെ ഷൂട്ടുണ്ട്, അവിടെ മഴ. അങ്ങനെ പല പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് അടുത്ത ആഴ്ച ഉണ്ട്, അപ്പൊ ഒരാഴ്ച ഫുള്ള് ഡേറ്റ് ഒക്കെ എടുത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റായിട്ട് ചെല്ലുമ്പോഴത്തേക്കും മഴ എന്നെ ചതിക്കും. അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ തന്നെ സമയമുണ്ടല്ലോ, ഒന്ന് 2 ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു വീണ്ടും ഒരു വിളി വന്നത്, ചേട്ടാ നാളെ കേട്ടോ. ഞാൻ എന്റെ പൊന്നു പറയണ്ടേന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു രാത്രിക്ക് വിളിച്ചു. കാരണം പണ്ട് കാര്യമില്ല അത്, അല്ലെങ്കിൽ അതന്ന് വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ട് നമ്മളുണ്ടെങ്കിൽ പിന്നെ ആ സീൻ അവിടെ എടുക്കാൻ തീരുമാനിച്ചു. പറ്റുവാന്നാണ് ചോദിക്കണേ. നമ്മളിപ്പോ നോക്കുന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ പറ്റുന്ന പറഞ്ഞു, ഞാൻ റെഡി എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, അങ്ങനെ അതില് ചെയ്ത്. എന്തായാലും ചേട്ടാ നല്ലൊരു സംഭാഷണമായിരുന്നു, സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു ചേട്ടനോട് സംസാരിച്ചിരിക്കാൻ. ചേട്ടൻ അങ്ങനെ തന്നെ ആയിരുന്നോ? തീർച്ചയായിട്ടും നല്ല ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഈ എപ്പിസോഡ്. എമ്പുരാൻ ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആണ് ചേട്ടനെ കാണാനായിട്ട്. മാർച്ച് 27 എമ്പുരാൻ വരുവാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. സെല്ലുലോണിന്റെ ഇന്നത്തെ എപ്പിസോഡ് രസമായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയ ഗസ്റ്റുമായിട്ട് ഞാൻ വരും. അതുവരെ ബൈ.